എന്ത് വലിയ കടയല്ലേ. പൊന്നോ എന്തൊക്കെ സാധനങ്ങളായിരിക്കണേ. കൊതിയായല്ലേ അവരകത്തൊരു ചെറുക്കം വിളിച്ചിട്ട് മാടും തന്നെ സാധനം മേടിക്കാൻ വരുന്ന എല്ലാരും അവരങ്ങനെ. പിന്നെ എന്നിട്ട് നിന്നെ ചേച്ചിന്നാണല്ലോ വിളിച്ചത്. എന്നെ വിളിച്ചല്ലോ. ഞാനൊന്നും കേട്ടില്ല. മേടിച്ച് ഓ എന്നതാ അച്ചായ, അച്ചായ എപ്പോൾ വിളിച്ചാലും ഈ വീട്ടിലെ പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്ക് തന്നെയാണല്ലോ പറയണത്. ഞാൻ താമസിക്കുന്നിടത്തുണ്ട് 2 പെണ്ണുങ്ങൾ, എൻ്റെ ഭാര്യയും അവളെ നാത്തൂനും. അവർ തമ്മിലേ എന്തൊരു ചർച്ചയാണെന്നറിയാമോ? അവർ ഒരു പായെന്നുണ്ട്, അല്ല ഒരു പാത്രത്തിൽ നിന്നുണ്ട് ഒരു പായ കിടന്ന് ഉറങ്ങുന്ന പോലെ. അങ്ങനത്തെ സ്നേഹം അവർ തമ്മിൽ. വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. ഒരു കാര്യം ചെയ്യേ അച്ചായ, ആ പെണ്ണുങ്ങളെ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ വീട്ടിൽ നിർത്ത്, അപ്പോൾ കണ്ടുപഠിക്കും. നാത്തൂന് ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താ? നിനക്ക് എന്താ ആവശ്യം? എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് പാട്ട് കേൾക്കണം. ഇതേ ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്, അത് എനിക്ക് വേണം. നിർത്തി. ഈ കുക്കർ മേടിക്കാനുള്ള ഐഡിയ ഇട്ടതാരാ? ഐഡിയ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കാശുണ്ടായോ നിന്റെ അടുത്ത്? കാശില്ലെങ്കിൽ ഞാൻ വല്ലതും പണയം വെക്കുമായിരുന്നു. പിന്നെ എന്നിട്ട് എന്താണ് നീ പണയം വെക്കാതെ എന്റെ അടുത്ത് നിന്ന് പൈസ കടച്ചു വെച്ചെന്തിനാ? അതിപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് നാത്തൂനിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തരത്തില്ല, എനിക്ക് വേണം ഇത്. ഇത് നിനക്ക് ആവശ്യമില്ലാത്തതാണ്. പാട്ട് പാടാനുള്ള കഴിവ് എനിക്കല്ലേ ഉള്ളൂ. അമ്മ അതങ്ങ് കൊടുത്തേരാ. നീ മിണ്ടരുത്. നീ ആവശ്യമില്ലാത്ത നാത്തൂന്റെ ഫോണിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുമോ? എന്റെ ഫോണിൽ വർക്ക് ചെയ്യും. നാത്തൂന്റെ ഫോണിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഫോണിൽ മാത്രമേ ഇത് എന്റെ ഫോണിന്റെ കാര്യം നിനക്ക് അമ്മയുടെ ഫോൺ ഇത് കണക്ട് ചെയ്യാൻ പറ്റൂല. ഡാഡിയുടെ ആൻഡ്രോയിഡ് ഫോണിലേ പറ്റുള്ളൂ. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഞാനൊരു ആൻഡ്രോയിഡ് എന്ന് പറയാൻ പോലും അറിയാൻ പാടില്ല. മിണ്ടായിരുന്നു. ഞാൻ തരത്തില്ല ഇത്. എന്റെ ക്ലീറ്റോന്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് ഞാനത് മേടിക്കും. ഞാൻ തരത്തില്ല, എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ പൈസ പൈസ ഒക്കെ തരാം. ഏട്ടാ വരട്ടെ. നീ വേണമെങ്കിൽ കുക്കർ എടുത്തോ. എനിക്ക് കുക്കർ വേണ്ടെന്നേ. എനിക്ക് ആ സാധനം മതി. ആ മര്യാദക്ക് തന്നെ. അത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ജമന്തി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ക്ലീറ്റോ ചേട്ടൻ ഈ വീടിന്റെ അകത്ത് ഇരിക്കുവോ ഏത് സമയം? അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ക്ലീറ്റോ വീട്ടിലിരുത്താനേ. അങ്ങനെ കേൾക്കണമെന്നുണ്ടെങ്കിലേ ഞാൻ കുറച്ച് വോളിയം കയറ്റി വെക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചാലും നിനക്ക് കേൾക്കാം. അങ്ങനെ ഇപ്പൊ കേൾക്കണം. ക്ലീറ്റോ ഇവിടെ വന്ന പെണ്ണുങ്ങൾ അടക്കം ഒതുക്കം വേണം. വന്ന പെണ്ണുങ്ങളെ ഇവിടെ പൊറുക്കാനുള്ള പെണ്ണുങ്ങളാ. ക്ലീറ്റോ എന്തൊരു അഹങ്കാരം ഇവിടെ കാണിക്കണെന്ന് അറിയുമ്പോ ഇവിടെ രാവിലെ എന്റെ അടുത്ത് നിന്ന് പൈസ ആയിരുന്നു ക്ലീറ്റോ 1500 തരാൻ പറഞ്ഞില്ല. ശബ്ദം കുറയ്ക്കും, എനിക്ക് കേൾക്കാം. ഞാൻ പൊട്ടനൊന്നുമല്ല. ചേട്ടാ ഞാൻ പറയാം. ഞാൻ പറയാം 1500 രൂപ ഇട്ട് ഒരു കുക്കർ മേടിച്ച് 3000 രൂപയ്ക്ക്. എന്റെ ആങ്ങളയ്ക്ക് സമാധാനം കൊടുക്കാത്തോണ്ട് ഞാൻ സഹായിച്ചു. എന്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ പറയണത് അതിനെന്താ പ്രശ്നം? എന്റെ ആങ്ങളായത്. ഓ അത്ര വലിയ ദണ്ണത്തിന്റെ ആവശ്യം. ഇതിന് അവകാശി ഞാനാണ്. അവകാശം പറയാൻ പറ്റേ. ആദ്യം കാര്യം എന്താണ്? ഒച്ചയിടാം. അതെ, കാര്യം വ്യക്തമായിട്ട് പറയും. ബഹളം വെക്കരുത്. നീ സംസാരിക്കരുത്. പറ ജമന്തി, സമാധാനമായിട്ട് പറയും. ലീറ്റോ ചേട്ടാ 1500 രൂപ വീതം ഞങ്ങൾ 2 പേരും കൂടിയിട്ട് 3000 രൂപയ്ക്ക് ഒരു കുക്കർ മേടിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ആ കുക്കർ മേടിച്ചപ്പോ ഫ്രീ കിട്ടിയതാണ് ഈ പറയട്ടെ. അപ്പൊ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതെനിക്ക് വേണം. ലീറ്റോ ചേട്ടാ നാത്തൂന്റെ ഉണക്ക ഫോണിൽ അത് വർക്ക് ചെയ്യത്തില്ല. എന്റെ ഉണക്ക ഫോണാണെങ്കിൽ എന്റെ ക്ലീറ്റോന്റെ ആ സാധനം ഉണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ തീരുമാനം എടുക്കാൻ ഞങ്ങൾ 2 ആണുങ്ങളുണ്ട്. എന്റെ അളിയനും കൂടെ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം. അതുവരെ ഈ സാധനം ഇങ്ങോട്ട് എടുക്ക്. അകത്ത് വെച്ചേക്കാന്ന്. എടുക്ക്. അളിയനും കൂടെ വരട്ടെ. അളിയനും കൂടെ ചുമ്മാ ഇടി. അളിയനും കൂടെ വന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണോ. അതുവരെ ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. ഓക്കെയോ? എനിക്ക് ഭാഗത്തോട്ട് കയറിയപ്പോഴും നാത്തും പോ. ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇരിക്കണമെന്നാണല്ലോ. അതവിടെ വെച്ച കൈയെത്തൂല. കൈ എത്തരുത്. അതുകൊണ്ട് എന്നാണ് ഇവിടെ വെച്ചത്. കുറച്ച് സമാധാനം തരുമോ? കയറി പോടി. അവളോട് പോകാൻ പറഞ്ഞേ. എന്റെ ബാഗിങ് എടുക്കും. ഇതൊക്കെ കണ്ടും കേട്ടുമല്ലേ നീയൊക്കെ വളരണത്. അവള് ചത്തുപോള്. എന്റെ ചെറുക്കനെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. വിശ്വാസ് എന്ത് നരകത്തിന് ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ദൈവമേ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഒരാവശ്യം. എന്റെ ആങ്ങളിനെ സമ്മതിക്കണം.
ഇപ്പൊ അവക്ക് അതിന്റെ ആവശ്യം എന്താ? അല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വേണ്ടിയില്ല. കാല എന്ന് പറഞ്ഞാൽ അടുത്തേ കൂടി പോവാത്ത ജന്തു. അങ്ങനെയാണെങ്കിലേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. അവക്ക് അതിന്റെ വില അറിയാൻ പാടില്ല, ആ സാധനത്തിന്റെ വില. അതൊക്കെ എന്താന്നുള്ളത് മനുഷ്യനാവണം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞില്ല. ഇനി ഇവിടെ അലച്ചോ? ആ, അലക്കും ഞാൻ. നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. ഇപ്പൊ അവക്ക് അതിന്റെ ആവശ്യം എന്താ ക്ലീറ്റോ? നിനക്ക് അതിന്റെ ആവശ്യം എന്താ? എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ ആവശ്യമുണ്ട്? അത് എന്താണ്? എന്തിനാണത്? ക്ലീറ്റോ ഡാൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ട്. ഇത് ഡാൻഡ്രോയിഡ്. ഈ ഫോൺ എടി കഴുത ആദ്യം ഇത് എന്താണെന്ന് പറയാൻ പഠിക്കട്ടെ. ആൻഡ്രോയിഡ് എടി ആൻഡ്രോയിഡ് രണ്ടും ഒന്ന് തന്നെ. ഈ സാധനവും ഇതും കൂടി അങ്ങ് ചേർത്ത് വെച്ച് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇരുന്ന വർത്താനം പറഞ്ഞാ മതി. ആ അത് തന്നെയല്ല, ഇങ്ങനെ നമ്മൾ പാട്ട് പാടുന്നൊക്കെ ഈ ഫോണിൽ വരും. ആ അത് തന്നെയല്ല ക്ലീറ്റോ, ഞാൻ അതൊക്കെ മറക്കാം. ഇതെന്റെ അച്ഛന്റെ ഓർമ്മ. ഈ സ്പീക്കർ എന്ന് പറഞ്ഞ സാധനം എനിക്ക്. അയ്യോ, നിന്റെ അച്ഛൻ പട്ടാളത്തില് മൈക്ക് സെറ്റ് ഓപ്പറേറ്റർ ആയിരുന്നല്ലോ. തമാശ കളിക്കരുത് ക്ലീറ്റോ. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ടെന്ന്. പണ്ട് ഡെറാഡൂണിലായിരുന്നില്ലേ ഞങ്ങള്, അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ അച്ഛൻ ഈ ഒരു സാധനം അവര് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇതിനേക്കാൾ ഒരു ഇച്ചിരി കൂടി വലുത് അത് കൊണ്ടുവരും. എന്നിട്ട് അതിൽ കൂടിയാണ് ഞങ്ങളുടെ അച്ഛൻ തങ്കം കനക എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്ലൂടൂത്ത് 1976 ബ്ലൂടൂത്ത്. അന്ന് അതിന്റെ പേര് വേറെ എന്തോ ആണ്, അത് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ആ സാധനം വേണം, എനിക്ക് അത്ര അറിയാൻ പാടുള്ളൂ. എന്തേതായാലും കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് അത് കൊടുക്കണമെന്ന് നിർബന്ധം? കഴുതേ 3000 രൂപ എടുത്ത് കുക്കർ വാങ്ങിച്ചിട്ട്, കുക്കർ അല്ലേ ഇപ്പൊ പ്രശ്നം, വെറും 300 രൂപയുടെ സ്പീക്കറാണ്. കുക്കർ വേണ്ട, എനിക്ക് കുക്കർ വേണ്ട, എനിക്ക് ആ സ്പീക്കർ വേണം. അപ്പൊ ഈ 300 രൂപയുടെ സ്പീക്കറിൽ നീ എന്താ മറ്റേ പുഴുങ്ങോ? അല്ല പുഴുങ്ങല്ല, എനിക്കതെന്റെ അച്ഛനാണ്, എനിക്കത് കളയാൻ പറ്റില്ല. അയ്യോ, അച്ഛനെ സ്നേഹിക്കണ ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് എന്താന്ന് ഞാൻ അത് മേടിച്ചെടുക്കുമല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഉന്തി തള്ളിയിട്ടത്? മര്യാദയ്ക്ക് കേട്ടാ. നിന്റെ ഇപ്പൊ അത് വാങ്ങാൻ കാശുണ്ടല്ലേ? കാശുണ്ട് അല്ലേ? നീ പകുതി കാശ് അതിന് കൊടുത്തല്ലോ അത് വാങ്ങാൻ. കാലത്ത് ഞാൻ ഒരു 100 രൂപ ചോദിച്ചാൽ നിന്റെ ഇല്ല. എന്നിട്ട് ഇപ്പൊ അത് അവർക്ക് വേണ്ട. ക്ലീറ്റോ, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനകത്ത് ഞാൻ തോക്കൂല. ഇതിനകത്ത് തോക്കണേ ജയിക്കണ കാര്യമാണ്. നിൽക്കട്ടെ, അത് അവനോട് വരട്ടെ. അവനൊന്നും വരണ്ട. അവൻ വന്നിട്ട് അവനവന്റെ ഭാര്യയ്ക്ക് എടുത്തു കൊടുക്കും. അങ്ങനെ എടുത്തു കൊടുക്കാൻ അതല്ലല്ലോ, അതിന് ന്യായം ഉണ്ടല്ലോ. എന്നിട്ട് തീരുമാനം എടുക്കാം. ഇത് എന്ത് ഇത് റോഡിൽ നിന്നപ്പോ ഞാൻ നടക്കണ ഒരു കാര്യം പറയാം. കുക്കർ അവൾ എടുത്തോട്ടെ, എനിക്ക് ഇത് വേണം, സ്പീക്കർ വേണം. അങ്ങനെ ഇപ്പൊ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഒതുക്കണ്ട എല്ലാ സാധനവും. അങ്ങനെ അതാ അവിടെ ചെന്നപ്പോഴത്തേനും ആ കടയിൽ ചെന്നപ്പോ അതിനകത്ത് ഒരാൾ എന്നെ വിളിച്ചോ മാടന്ന. അതറിയാവോ? എന്നെ കണ്ടിട്ടാണ് അവർ ആ സാധനം തന്നത്. അതറിയാവോ? ആ എന്നെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഞാൻ എന്ത് വലിയ ഉദ്യോഗസ്ഥയാന്ന്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആ സാധനം ഞാൻ എടുക്കും. ഒന്നും തീരുമാനിക്കാനില്ല. ഈ കാര്യത്തില് എന്റെ ഭർത്താവും വേണ്ട, എന്റെ ആങ്ങളെ വേണ്ട, എനിക്ക് എന്റെ ആ സ്പീക്കർ വേണം. ആവശ്യമില്ലാതെ പിടിവാശി കാണിക്കരുത് കേട്ടോ. ഞാനാണോട് പിടിവാശി? അപ്പൊ അവളോട് പോയി പറയാത്ത എന്താ നിങ്ങള്? ഒരെണ്ണത്തിന് വിവരമില്ല, മറ്റൊന്നിന് ബോധമില്ല. ഇത് എന്ത് ചെയ്യുന്നാലും ഇങ്ങനെ ഒന്നും ചെയ്യാനില്ല. എന്റെ ഈ ഞരമ്പിൽ ഓടണമുണ്ടല്ലോ ഒരു പട്ടാളക്കാരന്റെ ചോരയാ. അതങ്ങനെ വെറുതെ ഇരിക്കൂല, അത് ഓർത്തോ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ബോംബ് ഇടും. പട്ടാളക്കാരന്റെ മോളാണെങ്കിൽ ആ പട്ടാളക്കാരനൊരു മോനും കൂടെ ഉണ്ട്. ആ മോൻ വരട്ടെ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇതിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് കേട്ടോ. പട്ടാളക്കാരന്റെ മോനെ എനിക്ക് ഞാൻ നോക്കണില്ല, എനിക്ക് ആ സാധനം വേണം. എന്ത് അങ്ങനെ ഉന്തി തള്ളിക്കൊണ്ടുവന്നത്? നീ നടങ്ങ്. എനിക്ക് അടങ്ങാൻ പറ്റില്ല. റോഡിൽ ആൾക്കാർ കേൾക്കണ്ട. ആൾക്കാർ കേട്ടോട്ടെ. രായ സാർ ഇന്നാളെ പറഞ്ഞു ഇവിടെ പോണ നീ